മുഹമ്മദ് സാലിഹിന്റെ ജ്യേഷ്ഠൻ അഹമ്മദ് സലാഹിനെ ലക്ഷ്യം വെച്ചെത്തിയ കൊട്ടേഷൻ സംഘം ആളുമാറി ആക്രമിക്കുകയായിരുന്നു. സാലിഹിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. കാർ പിന്നോട്ടെടുക്കുകയായിരുന്ന സാലിഹിനെ മൂന്നംഗ സംഘം ആയുധങ്ങളുമായി മർദ്ദിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ജ്യേഷ്ഠൻ്റെ മകനും ഉണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ 2-3 ആൾക്കാർ ഒന്ന് കാറിൻ്റെ ഡോർ വന്നിട്ട് സലാഹ അല്ല എന്ന് ചോദിച്ചു. ജ്യേഷ്ഠൻ്റെ പേര് സലാഹ അല്ല, ഞാൻ സലാഹ അല്ല എന്ന് പറയാം. അപ്പോഴത്തേനും എന്നെ അടിക്കുകയായിരുന്നു. തടയാനെത്തിയ സലാഹിന്റെ ഭാര്യയും മകനെയും മർദ്ദിച്ച അക്രമികൾ വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർത്തു. കരച്ചിൽ കേട്ട് നാട്ടുകാർ എത്തിയതോടെ അക്രമികൾ ഓടി. ഇതിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി. പന്തീരങ്കാവ് സ്വദേശി നിയാസാണ് പിടിയിലായത്. ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് പെട്ടെന്ന് നടപടികളെടുക്കാൻ തയ്യാറായില്ലെന്നാരോപിച്ച് നാട്ടുകാർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബഹളം വെച്ചു. സാലിഹിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സലാഹിന്റെ സഹോദരിയുടെ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടാണ് അക്രമം നടന്നതെന്നാണ് സൂചന. നിയാസിനെതിരെ കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതായും സംഘത്തിലെ മറ്റുള്ളവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.